കഥ തുടർച്ചയിലേക്ക്. മരപ്പാവക്കുട്ട, വേണ്ടാത്തത് ചെയ്തതിന് നിനക്ക് ദുഃഖിക്കേണ്ടി വരും. യാത്രയൊരു രസച്ചടട് മുറിച്ചുകൊണ്ട് ആരോ പറഞ്ഞു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആ ശബ്ദത്തിന്റെ ഉടമയെ അവന് കണ്ടെത്താനായില്ല. അവനത് അവഗണിച്ചു വഴിയോര കാഴ്ചകൾ കണ്ടിരുന്നു. കഴുതവണ്ടി പിന്നെയും കുറേ ദൂരം പിന്നിട്ടു. ഈർക്കിൽക്കുട്ടൻ തളർന്നു കിടന്നുറങ്ങി. കഴുതവണ്ടിക്കാരൻ ഉറങ്ങിപ്പോകാതിരിക്കാൻ പരുക്കൻ ശബ്ദത്തിൽ പാട്ടുപാടിക്കൊണ്ടിരുന്നു. മരപ്പാവക്കുട്ട, നിന്റെ തലയിലെന്താ ഇങ്ങനെ തിരിഞ്ഞു പോയത്? അനുസരണക്കേട് കാട്ടുന്ന കുട്ടികൾ നശിച്ചു പോവത്തേയുള്ളൂ. വീണ്ടും ആ ശബ്ദം. താനിരിക്കുന്ന കഴുതയാണ് അപ്പോൾ സംസാരിച്ചതെന്ന് അവന് മനസ്സിലായി. അവൻ നോക്കിയപ്പോഴുണ്ട് ആ കഴുത കൊച്ചു കുട്ടികളെ പോലെ കരയുന്നു. അവൻ കഴുതവണ്ടിക്കാരനോട് പറഞ്ഞു, ഏയ്, ഈ കഴുത കരയും മനുഷ്യരെ പോലെ മിണ്ടുകയും ചെയ്യുന്നുണ്ടല്ലോ. അത് കാര്യാക്കണ്ട, ഇവൻ അങ്ങനെ ചില സ്വഭാവമൊക്കെയുണ്ട്, അയാൾ നിസ്സാരമായി പറഞ്ഞു. വണ്ടി മുന്നോട്ടു നീങ്ങി. അധികം വൈകാതെ വണ്ടി കളിനാട്ടിലെത്തി. അപ്പോഴേക്കും നേരം വെളുത്തു കഴിഞ്ഞിരുന്നു. കുട്ടികൾ ആഹ്ലാദത്തോടെ വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി. ബഹുരസമായിരുന്നു കളിനാട്ടിലെ കാഴ്ചകൾ. എല്ലാവരും കുട്ടികൾ. പല നാട്ടിൽ നിന്നെത്തിയ പല പ്രായത്തിലുള്ളവർ. അവർ സ്വയം മറന്ന് ആഹ്ലാദിക്കുകയാണ്. കരച്ചിലോ സങ്കടം പറയലോ എങ്ങുമില്ല. പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ കൊണ്ട് അവർ കളിക്കുന്നു. പടങ്ങളും വർണ്ണങ്ങളും ബലൂണുകളും എങ്ങും പറന്നു നടക്കുന്നു. എല്ലാവരും നല്ല സ്നേഹത്തിലാണ്. വഴക്കോ പിണക്കമോ ആർക്കുമില്ല. ഇത് തന്നെ സ്വർഗം, കുഞ്ഞൂട്ടൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ നേരല്ലേ കുഞ്ഞൂട്ട? ഈർക്കിളിക്കുട്ടൻ നെഞ്ചു വിരിച്ചു ചോദിച്ചു. പിന്നല്ലാതെ, നിനക്കൊപ്പം വന്നില്ലായിരുന്നെങ്കിൽ എനിക്കൊരു നഷ്ടമായേനെ, അവൻ പറഞ്ഞു. അവൻ ആഹ്ലാദത്തോടെ കുട്ടികൾക്കിടയിലേക്ക് ഓടി. സ്വർഗലോകത്തെ രസകരമായ താമസത്തിനിടെ മാസങ്ങൾ കടന്നുപോയത് അവൻ അറിഞ്ഞതേയില്ല. ഇതിനിടയിൽ ഒരിക്കൽ പോലും അവൻ മാലാഖയെയോ അച്ഛനെയോ ഓർത്തതുമില്ല. എന്നാൽ സംഗതികൾ കീഴ്മേൽ മറിഞ്ഞത് വളരെ പെട്ടെന്നാണ്. തലേന്ന് കളിനാട്ടിലെ കളികളൊതുക്കി മുഴുകി ക്ഷീണിച്ചു ഏറെ വൈകിയാണ് കുഞ്ഞൂട്ടൻ ഉറങ്ങാൻ കിടന്ന് ക്ഷീണം മൂലം അവൻ വളരെ വേഗം ഉറങ്ങിപ്പോയി. പതിവിലും വൈകി അവൻ ഉണർന്നു. കിടക്കയിൽ ഇരുന്നു തന്നെ അവനൊന്ന് തല ചൊറിഞ്ഞു. ഞെട്ടിപ്പോയി അവൻ. നിന്റെ ചെവികൾ നീളം വെച്ചിരിക്കുന്നു. തല ചെറിയൻ ഉയർത്തിയ കൈ കൊണ്ട് ചെവികളിൽ സ്പർശിച്ചപ്പോഴാണ് അവൻ അറിഞ്ഞത്. അവന്റെ മൂക്കിന് നീളം കൂടുതലായിരുന്നെങ്കിൽ ചെവികൾ വളരെ ചെറുതായിരുന്നു അതുവരെ. അതുകൊണ്ടാണ് അവനത് വേഗം മനസ്സിലായത്. അവൻ പരിഭ്രമിച്ചു പുറത്തേക്ക് ഓടി. അവിടുത്തെ വെള്ളക്കെട്ടിൽ മുഖം നോക്കി. അതോടെ അവന്റെ പരിഭ്രമം ഇരട്ടിച്ചു. തന്റെ മരക്കാതുകളുടെ സ്ഥാനത്ത് നീണ്ട 2 കഴുതച്ചെവികൾ.